ബോഡി കണ്ട ഞാൻ പോട്ടോ. കണ്ടില്ല ഞാനങ്ങനെ. ഇപ്പൊ വെറുതെ ഇടങ്ങാറാക്കല്ലേ. എന്റെ ഉണ്ണിയെ സ്കോർ നമുക്ക് വിളിച്ചു വെച്ചാ പോരെ. ഈ അയലകുത്തൊരു മനുഷ്യൻ മരിച്ചടക്കുമ്പോ നമ്മൾ ബ്രസീലിൽ മാറുന്ന മോശല്ലേ. അങ്ങനെ പുറത്തുനിന്ന് ഒരാളുടെ ആൾക്കാരൊന്നുമില്ലടോ. ആ ശശിയെ എന്റെ ഓട്ടോറിക്ഷ മാറ്റിട്ട് ആൾക്കാർ കയറണ്ടേ. വന്ന പാടിങ്ങനൊക്കെ കളി തുടങ്ങാൻ നിൽക്കുമ്പോഴാണ് വിവരം അറിഞ്ഞത്. അപ്പൊ നമ്മള് നേരെ പോന്നു. വരണ്ടേ, വരാതിരിക്കാൻ പറ്റില്ലല്ലോ. അല്ലെങ്കിൽ തോക്കാൻ പോണ കളി കണ്ട് വല്ല കാര്യമുണ്ടോ? എടന്നാണോ സൗദിയോട് തോൽക്കാം. തോറ്റത് പൊരുതി അവര് വെറുതി എന്താണ് അല്ല തോൽത്തു തന്നെ ഓനെ ചൊറിച്ചിലാണ്. ശശിയേട്ടോ നിങ്ങളുടെ പ്രഭാകരൻ അടിച്ച് കിണ്ടായി വരുന്നുണ്ട്. നീയും ചന്ദ്രനൊക്കെ എന്തിനാ ഇവിടെ വന്ന് മുളഞ്ഞിറക്കണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാട്ടാ. മനസ്സിലായി ആൾക്കാരൊക്കെ വന്നത് ഇല്ല. ഇവരിവിടെ മണിച്ചേനും കിണിച്ചേനും ഒക്കെ ആയിട്ട് ഇവിടെയുള്ള ആൾക്കാരെ കൊടുക്കാനായിട്ട് ഇവിടെ വന്നിരിക്കാണ്. ബന്ധുക്കളൊക്കെ വരാനുള്ളതാണ്. എന്ത് ബന്ധുക്കൾ? നീയൊക്കെ എവിടെയൊക്കെ കിടന്ന് തെണ്ടി തിരിഞ്ഞവരൊക്കെ ഇവിടെ വന്നിട്ട് വേണ്ടപ്പെട്ട ഒരാളോട് മരിച്ചു. രാജീവൻ നിനക്കറിയോ? കഴിഞ്ഞ തിരുവോണത്തിന് അദ്ദേഹം പൂതിപ്പെട്ടിട്ട് ഒരു തുള്ളി വെള്ളം കൊടുക്കാൻ ഞാൻ ഇവിടെ വന്നപ്പോ ഇവരെന്നെ അടിച്ചോട്ടിച്ചു. അതൊന്നും ഇപ്പൊ പറയണ്ട. അതെ അവരെങ്ങനെ കുറ്റം പറയാ? നിങ്ങളെ മരിക്കാണെങ്കിൽ ആൾക്ക് ചാരല്ലേ വായിലൊഴിച്ചു കൊടുത്ത്? രാജീവ അത് നീ പറയരുത്. ഞാനും ആ മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തിന്റെ ഇരിപ്പ് വശം അനുസരിച്ച് നീ ഇപ്പൊ എന്നോട് പറയാൻ പാടില്ല. ഞാനാ പറയണേ. അതെ നിങ്ങൾ നല്ല നാറ്റുണ്ട്. എന്ത് നാറ്റത്? നിങ്ങൾ മോഹം കഴിയിട്ടതൊന്നും തെച്ചു പോയി. ഒരു കാര്യം ചെയ്തോ, നിങ്ങളിങ്ങനെ വരണ്ടേ അവര് മെണിങ്കോ, അതാ നല്ല രാജീവ്. ഈ സൗകര്യം പോലെ മൂപ്പരൊന്ന് കൊണ്ടുപോട്ടെ ആ ബോർഡ് കാണിച്ചു. എനിക്ക് ഈ മനുഷ്യനെ കാണാനേ നിങ്ങളുടെ ഒരാളുടെ ഔദാര്യം ആവശ്യമില്ല. ഞാൻ പോയി കാണും, ഞാൻ കാണും. നോക്കടി 12 താഴെയാണ് ആ പട്ടി വന്ന് കമന്റ് ഇട്ടെ. കൊറേ പേര് കണ്ടുടി. അതാണ് എനിക്ക്. എന്ത് കമന്റ് ഇട്ടെ? കളഞ്ഞിട്ട് പൊടി കണ്ടുമടുത്ത് വെറുപ്പിരുന്നു. അത് ഇത്തിരി കൂടി പോയിട്ടോ. അത് നമ്മുടെ ശ്രീശേശ്വര മോനല്ലേ? അവൻ തന്നെ ആ സുധി. അല്ലെങ്കിൽ കലാകാരന്മാരും കലാകാരികളൊക്കെ നാട്ടുകാർക്ക് പണ്ടേ പുച്ഛന്ന് പറയുന്നത് പുറത്തല്ല. ഇതൊക്കെ ഇതൊരു മരിച്ച വീടാ. വല്ല വിചാരം ഉണ്ടാ? അതിന് ഞങ്ങൾ എന്താ ചെയ്താ? ഈ മൊബൈലിൽ ഒച്ചും ബഹളം വന്നങ്ങട്. നീ അവളുടെ കൂടെ അധികം കൂടാനൊന്നും പോണ്ട. എന്താ? കഴിഞ്ഞ ആഴ്ച ഉഷേച്ചി അവളുടെ ഒരു വീഡിയോ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഒരു നാണമില്ലാത്ത അസത്ത്. അത് റീൽസ് ആണമ്മ. റീൽസ് വയറും കാണിച്ചിട്ട് അവളുടെ ഒരു രതി പുഷ്പം. നീ അവളുടെ കൂടെ കൂടി വല്ല കണ്ണന്തിരിവ് കാണിച്ച അടിച്ച് ഞാൻ നിന്റെ പല്ല് ഞാൻ തുറപ്പിക്കും. പോയി അടച്ചെന്നിരിക്കും. ടീ എന്താ വിഷമൊക്കെ ഒന്ന് കാണിക്ക്. ഓ എന്ത് പെണ്ണാവോ. കളവന്റെ 16 കഴിഞ്ഞ കിടക്കേണ്ടിരുന്ന തോന്നുന്നു. ഞാനിത് ഓരോ കാര്യങ്ങളിൽ നിങ്ങളുടെ കാശ് വല്ല തിരിക്കണ്ട. എന്താ വേണ്ട? ഞാൻ കുറച്ച് ഇങ്ങോട്ട് താങ്ങട്. എൻ്റെ പൊന്നു മനുഷ്യ, ഇതൊരു മരണ വീടാ. ഇവിടെ 100 കാര്യങ്ങളുണ്ടാവും. അതൊക്കെ മൂത്ത മോളും മരുവനും കൂടിയാണ് ചെയ്തോളൂ. നിങ്ങൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും എടുത്ത് തലയിൽ വയ്ക്കാൻ നിൽക്കണ്ട. അല്ല ഇതൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് വേണം. അതിന് അലമാരുടെ എന്താ പരിപാടി? അല്ല അവൾക്ക് അവളുടെ അച്ഛനെ കുറിച്ച് ആലോചിച്ചിട്ട് ഇങ്ങനെ വിഷമമുണ്ടെന്ന് പറയാം. വിഷമം എല്ലാവർക്കും ഉണ്ട് ശശിയെ. അനക്കറിഞ്ഞല്ലേ, ഞാനൊരു അമ്മായിപ്പനെ പോലെയല്ല കണ്ടിട്ടുള്ളത്. സ്വന്തം അച്ഛനെ പോലെ കൈവെള്ളയിലിട്ടാ ഞാൻ നോക്കിയത്. അറിയാം അനക്കറിഞ്ഞല്ലേ. ഞങ്ങൾ ഇന്നലെ കൂടി ഇങ്ങനെ അച്ഛനെ കുറിച്ചിട്ടേ ഓരോന്ന് ആലോചിച്ചിട്ട് ചിരിച്ചിട്ടേ അല്ല കരഞ്ഞിട്ടേ വിഷമം കൊണ്ട്. അതെയോ മോളെ,
സുമേജി ഒരു കാര്യം ചെയ്യും അങ്ങോട്ട് താഴ്ത്തിക്കില്ലേ, അവിടെ കരയാൻ ആരുമില്ലേ, സുഭാഷിന് ഒറ്റയ്ക്കുള്ളൂ. പിന്നെ മക്കള് രണ്ടാളും അപ്പുറത്ത് ഇപ്പുറത്തുനിന്ന് കരയാന്നുള്ളത്. ആ അതൊരു തറവാടുത്താ. ആ മോളാണ്ടല്ലേ. ആ ശശിയെ ഇജി ഒന്ന് അങ്ങോട്ട് ചെല്ലേ, നല്ല തലവേനുണ്ട്. ഇജി ഒന്ന് അങ്ങോട്ട് ചെന്നിട്ട് ആൾക്കാരൊക്കെ ഒന്ന് അവിടെ ഇരുത്തിയിട്ടേ വേണ്ട. നല്ല മരുന്നുണ്ട്. അല്ല ഒന്നും വേണ്ട, ഇജി ഒന്ന് അങ്ങോട്ട് ചെന്നാൽ മതി. ഒരു 5 മിനിറ്റ് കൂടെ ഇരുന്നിട്ട് ഞാൻ അങ്ങോട്ട് വരാം. ഇവിടെ രണ്ടാളും കൂടി അവിടെ ഇല്ലെങ്കിൽ ശരിയാവില്ല. എന്തേ കോലോടെ വെച്ചു. ആ ഒരു അർജന്റ് നേരത്തെ വിളിക്കുമ്പോൾ റേഞ്ചിൽ ഒരു കോപ്പില്ല. പോലെടാ ഫോൺ നടിയെ ആ സുധിക്കൊന്ന് വിളിക്കാനാ. നീ ഇത് കണ്ട ഇതിവിടെ എത്തിയോ? എവിടെ എത്താത്ത കള്ളുടിച്ച് ബോധമില്ലാണ്ടാവുന്നു. പിന്നെ ബോധമില്ലാഞ്ഞിട്ടല്ല കൃത്യ സ്ഥലത്ത് വണ്ടി നിർത്തിയിട്ട് മാങ്ങ മോട്ടിച്ചത്. പിന്നെ സന്തോഷം സൂചി പറഞ്ഞ് ഈത്തോണ്ട് വരും, മനസ്സിലായോ? ഗ്രൗണ്ട് മൊത്തം നമ്മുടെ ആൾക്കാരായിരിക്കണം. അത്രേ ഉള്ളൂ. നെയ്മറിന് നാളെ ആ ഇത് എവിടെയായിരുന്നു സൂചി? ഞാൻ അത് എവിടെ പോയി ഉണ്ടാക്കാനാണ്? ഇതന്നെ റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ നിന്ന്. ഇത് അവര് വെക്കണേന്റെ മുന്നേ വെക്കണേ. ഞങ്ങൾ നിർബന്ധിച്ചോണ്ടാണ്. അല്ലാണ്ട് ബ്രസീൽ ഫാനായോണ്ടല്ലേ. ആ കിടക്കണതേ ഞങ്ങൾ കൊട്ടുപിടിപ്പിച്ച ആശാനാണ്. അല്ല അതുകൊണ്ട് സന്തോഷം വാ. എന്താണ് ഒരു ഉഷാറില്ലാത്ത? ഒന്നുമില്ല. എന്താ അവിടെ നാളെ സ്കൂളില്ലേ? നാളെ സ്കൂളില്ല, എല്ലാവരും നാളെ സ്കൂളിൽ നിന്ന് ടൂർ പോകുന്നു. അന്റെ ഫോണില്ലേ? ഫോൺ എടുക്ക്. ഇത് വെക്കുമ്പോ ഒരു ഫോട്ടോ എടുക്ക്. എടാ വാടാ വാ വാടാ വാ. വഴി ഉണ്ടാക്കടാ. ആ വാലടിച്ചാളാ. എന്തേ അലമാരന്റെ താക്കോലോടെ? അതവിടെ ഉണ്ടായിനല്ലോ. ഞാൻ നേരത്തെ വന്നപ്പോഴേ എൻ്റെ അഞ്ചത്തി മറ്റനോട് വന്നിട്ട് കൂണു 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 എന്ന് പറയുന്നുണ്ട്. എനിക്കൊന്നും മനസ്സിലായില്ല. ഗുരുവായൂരപ്പ അന്ന് അത് ഓളെടുത്തുണ്ടാവും. ആ അതാറുണ്ട്. ഇതിന്റെ കാര്യം പറഞ്ഞിട്ടാണ് ഓള് കഴിഞ്ഞ പ്രാവശ്യം തല്ലുണ്ടാക്കി പോയത്. ഇവിടെ എവിടെയെങ്കിലും ഒക്കെ ഉണ്ടാവും. ഈ സ്വന്തക്കാർ അവിടെ കൊണ്ടുവച്ച് അവിടെ നോക്കിയിട്ട് എന്താ? അച്ഛൻ വയ്യാണ്ട് നടക്കുമ്പോഴേ ഞങ്ങളോട് പറഞ്ഞതാ നമുക്ക് എടുക്കാന്ന്. അതിന് എൻ്റെ അച്ഛൻ കട തുറക്കുമ്പോൾ താക്കോൽ കൂട്ടം കെട്ടിപ്പിടിച്ചിട്ട് കട തുറക്കണേ. മനുഷ്യന്മാരും കട തുറക്കുമ്പോൾ ആൾക്കാർ കേൾക്കും. നിങ്ങൾ ഈ കട്ടിനടിയിലൊക്കെ നോക്കിയാ? ഞാൻ അവിടെയൊക്കെ നോക്കിയെന്ന് പറഞ്ഞില്ലേ. നിങ്ങളോട് എന്താ ചെയ്തിരുന്നത്? ഞാനിവിടെ എന്താക്കാനാ? അടക്കെന്തേലും അവിടെ പണി? ഞാൻ താളെ കുത്തൻ കാര്യല്ലേന്നോ? ഒന്നും ഉണ്ടാക്കുക അടുക്കളപ്പുറത്ത്. ആദ്യം നോക്കിയാ മതിയായിരുന്നു. ഈശ്വര ഇതിപ്പോ ഓളെടുത്തുണ്ടാവും. കിട്ടി. അങ്ങോട്ട് തരുമോ? ഞാൻ വെച്ചോളാം. വേണ്ട ഞാൻ വെച്ചോളാം. നിങ്ങൾ താഴത്തേക്ക് വെക്കോളി. നോക്കി അതെ ഇതൊന്നൊരു ചില്ലി കാശെടുക്കാൻ ഞാൻ സമ്മതിക്കൂല. പൈസന്റെ പല ആവശ്യമാണ്.
നിങ്ങൾ നൈസായിട്ട് മാറിന്നോളി. ഓള് കുറച്ച് പൈസ വെക്കട്ടെ കേട്ടോ. ആ ഈ അങ്ങോട്ട് വേഗം പറ്റാ ആൾക്കാർ വരൽ തുടങ്ങിയിട്ട്. ആ നല്ല വ്യൂസ് കിട്ടിയടി. ഞാൻ എടുത്തിട്ടത്, ഞാൻ എത്ര റീച്ച് കിട്ടുന്നൊന്നും വിചാരിച്ചില്ല. ആ നെഗറ്റീവ്. എന്ത് തെണ്ടിത്തരടി കാണിച്ചു വെച്ചിരിക്കണത്? അയാൾ മരിച്ചു കിടക്കല്ലേ? അയാളെ ബർത്ത്ഡേ പാർട്ടി ഒന്നല്ലോ ഇവിടെ. നീ എന്നെ വലിയ ഉപദേശിക്കാൻ നിൽക്കണ്ട. നീ എന്റെ കമന്റ് ബോക്സിൽ എടുത്ത് തെറി വിളിച്ചുള്ള പണി എനിക്ക് തരുന്നുണ്ട്. ആഹാ, പണി ഉണ്ടെങ്കിൽ ഇപ്പൊ താടി. എടി നിന്റെ ഉണങ്ങിയ ദിവസം കൊണ്ട് ആൾക്കാരെ തെരടിക്കാൻ തോന്നും. എന്താ അമേരിക്ക വിചാരിച്ചു നീ? നീയൊക്കെ ഏത് കാലത്താടെ ജീവിക്കണേ? ഒരു അമ്മാവൻ കളിക്കാൻ നിൽക്കണേ. പോടാ അവിടുന്ന്. ഈ ബോഡിയായിരുന്നു ഓരോ തെണ്ടിത്തരം കാണിച്ചിട്ട് പിന്നെ പൊന്നാരം പറയാൻ നിൽക്കുക. ഓ അതൊരു നാടനായ ചന്ദ്രനാരായണ തലയാ. ഇവരൊക്കെ എന്താണ് ഉണ്ണി ഇത് പിടിച്ചോ? ഈ വീട്ടിലുള്ള ബന്ധം ഇവർക്ക് ആള് പിടിച്ച് എത്തിക്കുക അവിടെ. ആ ചെപ്പട് അത് ശരി. പ്രഭാകരായിട്ട് ഒരു മരിച്ചു വീടാണ്, അതിൻ്റെ ഒക്കെ ഒരു മര്യാദ അല്ലേ ഈ കോലത്തിലൊക്കെ വന്നിട്ട് ആൾക്കാർ മേടിച്ചാ സന്തോഷം മേടിച്ച എന്താണ് മാമ? കൊടുക്കണ്ട 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 ഇങ്ങോട്ടായോ വേണ്ട വേണ്ട. കുടിക്കാനല്ല പറഞ്ഞു. സ്വബോധത്തിൽ എനിക്ക് അങ്ങോട്ട് കാണാൻ പറ്റുന്ന തോന്നുന്നില്ലടാ. ഇതെപ്പോ തുടങ്ങിയത്? കുറച്ചേരായി. അതുകൊണ്ടാണ് മാമൻ ലേശം തരിപ്പിൽ നിൽക്കണ്. മനസ്സിലായോ? മാമങ്ങളുള്ള ബോധം പോണതിന് മുന്നേ ഒന്ന് പോയി കാണാൻ നോക്ക്. ശരി ശരി. ഈട് പോന്നാ ഇനി കുടിക്കല്ലേട്ടോ.